നമസ്കാരം. പ്രധാന വാർത്തകൾ. സേവ് CPI-ക്കാരെ വിട്ടുകളയരുതെന്നും അവർ പാർട്ടിക്കെതിരല്ലെന്നും CPI നേതാവും മുൻ മന്ത്രിയുമായ കെ ഇസ്മായിൽ. ആളുകളെ പുറത്താക്കുന്നതല്ല, ചേർത്ത് പിടിക്കുന്നതാണ് CPI-യുടെ നിലപാടെന്നും കെ ഇസ്മായിൽ. സ്വന്തം നാട്ടിലേക്കെത്താൻ റോഡില്ല. 6 പതിറ്റാണ്ടായി ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും നരകയാതനയിൽ ലക്കിടിപ്പേരൂർ പള്ളം തുരുത്തിലെ കുടുംബങ്ങൾ. റെയിൽപാതയ്ക്കും ഭാരതപ്പുഴയ്ക്കുമിടയിൽ ദുരിത ജീവിതം നയിക്കുന്നത് 50-ലേറെ കുടുംബങ്ങൾ. പട്ടാമ്പിയിലെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി. വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. സമരത്തിനിടെയും പിഴയിട്ട പോലീസ്. സ്ഥലത്ത് പോലീസുമായി വാക്കേറ്റം. ദേശീയപാതയിൽ കരിങ്കല്ലത്താണി തൊടുകാപ്പിൽ രൂപപ്പെട്ട കുഴികളടയ്ക്കാത്തതിൽ പ്രതിഷേധം. പാത ഉപരോധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ മാറ്റിയത് ബലമായി. കായകൽപ്പം പുരസ്കാര നിറവിൽ കുമരമ്പത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം. അവാർഡ് ലഭിച്ചത് രോഗപകർച്ചാ പ്രതിരോധം, ശുചിത്വം ഉൾപ്പെടെ ആശുപത്രിയുടെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിശദമായ വാർത്തകളിലേക്കാണ്. സേവ് CPI-ക്കാരെ വിട്ടുകളയരുതെന്നും അവർ പാർട്ടിക്കെതിരല്ലെന്നും CPI പാലക്കാട് ജില്ലാ നേതൃത്വവുമായാണ് ഭിന്നതയെന്നും മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ കെ ഇസ്മായിൽ. അവരെടുക്കുന്ന നിലപാട് ചർച്ച ചെയ്യപ്പെടണം. ആളുകളെ പുറത്താക്കുന്നതല്ല, ചേർത്ത് പിടിക്കുന്നതാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടതെന്നും കെ ഇസ്മായിൽ ചെറുപ്പശ്ശേരിയിൽ മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പാർട്ടി നിലപാടെന്നും കെ ഇസ്മായിൽ വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിയോജിപ്പോ വിരോധമൊന്നും അല്ല അവർക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാലക്കാട് ജില്ലയിലെ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്ന ചില തെറ്റായ നിലപാടുകളെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശിക്കുകയും സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തണം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി നിലപാടെടുക്കുകയും വിമർശിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവരുടെ കംപ്ലൈൻറ്റ്. എന്നാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിന്നുകൊണ്ട് അവർ ഈ CPI-യെ സംരക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ അവർ അത്തരം ഒരു നിലപാടെടുത്തതിന് ശേഷം ഞാനിവരുമായിട്ടൊന്നും ബന്ധമില്ല. എന്നാൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാർട്ടി ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അവർ ബന്ധപ്പെടുന്നുണ്ട്. കഴിയുന്നത് വേഗം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി അവരെയും കൂടി പാർട്ടിയിൽ യോജിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല കാര്യത്തിലും അവരെടുക്കുന്ന നിലപാട് ശരിയാണത്. ചർച്ച ചെയ്താലേ ബോധ്യമാവുള്ളൂ. ചർച്ച ചെയ്യണം അത്രയും. അങ്ങനെ ആളുകളെ പുറത്താക്കാനല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരമാവധി ആളുകളെ ചേർത്ത് പിടിച്ച് പാർട്ടി ശക്തിപ്പെടണ്ടേ? എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്? ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണോ? അല്ലല്ലോ. ആ ഡീറ്റെയിൽസൊക്കെ അവരോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല. ഞാനുമായി അടുപ്പമുള്ള സഹാക്കൾ തന്നെയാണ്. അപ്പുറമുള്ളത് ഇപ്പുറമുള്ളവരും മറ്റുള്ളവരും എന്നോട് അടുപ്പമില്ലാത്തവരൊന്നുമല്ല. എല്ലാവരുമായിട്ട് ഞാൻ നല്ല അടുപ്പമുണ്ട്. ഞാൻ 10-70 കൊല്ലം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് പ്രവർത്തിച്ച ഒരാളല്ലേ. ഞാൻ 10-15 കൊല്ലം MLA ആയിരുന്നു, പിന്നെ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു. 10-25 കൊല്ലം പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് സെൻറ്ററിന് ചുമതലയെടുത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. ആ നിലയിൽ ജനങ്ങൾ എന്നെ അറിയും, നാടെന്നെ അറിയും, ഈ പാർട്ടിയിലെല്ലാ ആളുകളും എന്നെ അറിയും. എല്ലാവരും എന്നോട് സ്നേഹവും താല്പര്യമുള്ളവരെന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ചർച്ച ചെയ്യണം. അവരുമായിട്ട് ചർച്ച ചെയ്യണം. ന്യായാന്യായങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അവരെ വിട്ടുകളയാൻ പാടില്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ആവശ്യം. എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും പാർട്ടിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലവധിയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും ചെയ്യേണ്ടത് അതാണ്. അല്ലാത്തൊരു നിലപാടുകളോടും ആർക്കും യോജിക്കാൻ കഴിയില്ല. അതൊരു ഇപ്പോൾ പോലീസ് കേസൊക്കെ ആയി നടക്കുന്നുണ്ടെന്ന് കേട്ടു. അല്ല, പാർട്ടി അന്വേഷിക്കണം തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം, കർശനമായി ശിക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അവിടെ എല്ലാവരും ആ നിലപാടിനെ എടുക്കുന്നത്. അല്ലാത്തൊരു നിലപാട് എടുക്കാൻ പറ്റില്ല. അവിടെ എങ്ങനെ എടുക്കുക? അതേ എടുക്കാൻ പറ്റുള്ളൂ. 6 പതിറ്റാണ്ടിലധികമായി സ്വന്തം നാട്ടിലേക്ക് റോഡില്ലാത്തതിനാൽ ഒറ്റപ്പെടലും അവഗണനയുമായി ജീവിതം തള്ളി നീക്കുകയാണ് ലക്കിടിപ്പേരൂർ പള്ളം തുരുത്തിലെ 50-ലേറെ കുടുംബങ്ങൾ. റെയിൽവേ പാതയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഈ ഗ്രാമത്തിലേക്ക് റോഡില്ലാത്തതിനാൽ വാഹന സൗകര്യം ഇല്ലാത്തതാണ് പ്രദേശവാസികളുടെ ജീവിതം നരകതുല്യമാക്കുന്നത്. ഒരു വഴിയില്ലാതെ ഇത്ര നാളും കഴിച്ചു നോക്കി. ഇനി കഴിക്കാൻ വയ്യ മക്കളും കൂടി. ഞങ്ങൾക്ക് പോകാനും വരാനും ഒരു സൗകര്യം ഉണ്ടെങ്കിൽ എത്ര നന്നു നട്ടായിരിക്കുന്നത്. അതില്ലാത്ത കുറവ് തന്നെ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ
അതെന്താ ചെയ്യാ? കുട്ടികളും മക്കൾക്കും ഒക്കെ പോകാനും വരാനും സ്കൂളിൽ പോകാനും ഒക്കെ കഷ്ടമാണ്. അതെന്താ കാട്ടത്? ദൈവം നിങ്ങളൊന്ന് തോന്നിച്ചിട്ട് ഞങ്ങൾക്കൊരു വഴി. ഈ അമ്മയുടെ കണ്ണുനീരിന്റെ വേദനയ്ക്ക് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഗ്രാമത്തിലേക്ക് ഒരു റോഡില്ലാത്തതിന്റെ വേദനയും നിസ്സഹായ അവസ്ഥയും കണ്ടും അനുഭവിച്ചും തീർന്ന ഒരാളുടെ ഇടറിയ വാക്കുകളാണിത്. റെയിൽപാതയ്ക്കും ഭാരതപ്പുഴയ്ക്കുമിടയിലുള്ള പള്ളം തുരുത്ത് ഗ്രാമത്തിലേക്ക് വാഹനങ്ങൾ വരുന്നതിനായി റോഡില്ലാത്തതാണ് ഇവിടത്തുകാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്. റെയിൽവേ നിർമ്മിച്ചു നൽകിയ അടിപ്പാത വഴിയായിരുന്നു 1961 വരെ ഇന്നാട്ടിലേക്കുള്ള ഗതാഗതം നടത്തിയിരുന്നത്. എന്നാൽ 61-ൽ ഇതിന്റെ വീതി കുറച്ചതോടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനും പ്രതിസന്ധിയായി. പിന്നീട് ഇങ്ങോട്ടുള്ള 6 പതിറ്റാണ്ടോളം നരകതുല്യമായ ജീവിതമാണ് പള്ളം തുരുത്തിലെ കുടുംബങ്ങൾക്ക്. അസുഖബാധിതരായി നടക്കാൻ കഴിയാത്തവരെ ചുമന്നാണ് വാഹനമെത്തുന്ന റെയിൽവേ പാതയ്ക്ക് അപ്പുറം എത്തിക്കുന്നത്. ഈ തുരുത്തിലുള്ള ആരെങ്കിലും മരണപ്പെട്ടാലും സംസ്കാരത്തിനായി 1 കിലോമീറ്ററോളം ദൂരം മൃതദേഹം ചുമന്നു നടക്കണം. ഗർഭിണികളുടെയും പ്രായമായവരുടെയും അവസ്ഥയും ദുഷ്കരമാണ്. 31 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. ഇവിടുത്തെ ഈ സ്ഥിതി തന്നെയാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ ഒട്ടും മഴക്കാലത്ത് ഒട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ തീരെ പോകാൻ പറ്റില്ല. മഴക്കാലമായ റോഡും എല്ലാം വെള്ളം നിറഞ്ഞ ചളി കെട്ടിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾക്കിപ്പോൾ എന്താ ഇത്രയും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഏകദേശം ഈ റോഡിന്റെ ഓരോ പ്രശ്നത്തിൽ എല്ലാവരും ഇപ്പോൾ റെയിലിന്റെ അപ്പുറത്തേക്ക് താമസം മാറ്റി കഴിഞ്ഞു. ഇനി കുറച്ച് കുടുംബങ്ങളും കൂടിയേ ഉള്ളൂ. പക്ഷെ അവർക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാറി താമസിക്കാൻ സാമ്പത്തികമായിട്ടുള്ള ഇത് എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ ഇത് അധികാരികൾ കണ്ണ തുറന്ന് ഇവിടേക്കുള്ള ഇതിന് പരിഹാരം കാണണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാം. വരാനും പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. വെയ്യാതായി എഴുതിയിട്ട് പോകണം റെയിലിൻ്റെ അങ്ങോട്ട്. അതിന് റോഡ് ശരിയില്ല. അതുകൊണ്ട് വളരെ കഷ്ടമാണ് ഇവിടെ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതിനെ പറ്റി. ഇപ്പം ഞങ്ങൾ വയസ്സായ ആൾക്കാർ 1-2 ആൾക്കാർ വീട്ടുകളിലുണ്ട്. അവർക്കൊക്കെ വയ്യാത്ത ആൾക്കാരാ. അതിന് കൊണ്ടുപോകാനോ ചെയ്യാനോ ഒന്നും പറ്റാത്ത രൂപത്തിലാണ് കാണുന്നത്. അസുഖബാധിതരെയും ശാരീരിക അവശതയുള്ളവരെയും ചുമന്നുകൊണ്ടുപോകുന്നതിനായി സ്ട്രക്ചർ അടക്കം ഗ്രാമത്തിലുള്ളവർ വാങ്ങി സൂക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ഈ സ്ട്രക്ചർ ഞങ്ങൾ പിരിവിട്ട് വാങ്ങിയതാണ്. ഇവിടെ രോഗികൾ സുഖമില്ലാതായി പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഏറ്റിട്ട് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇവിടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആകുമ്പോൾ ഏറ്റിട്ട് പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇവിടെ വണ്ടി സൗകര്യം ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് ഏക ആശ്രയം. ഇതിനപ്പുറം മഴയൊന്നു വന്നാൽ പാടങ്ങളിലും ഭാരതപ്പുഴയിലും വെള്ളം കയറി തുരുത്ത് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. സമീപത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുള്ളതിനാൽ വൈദ്യുതി ഉള്ളതൊഴിച്ചാൽ മറ്റൊന്നും ഇവിടത്തുകാർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂട്ടർ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ഏറെ പ്രയാസപ്പെട്ടാണ് സാധന സാമഗ്രികൾ റെയിൽവേ പാതയ്ക്ക് അപ്പുറത്തുനിന്നും ഗ്രാമത്തിൽ എത്തിക്കുന്നത്. പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാധനങ്ങൾ റെയിൽവേ പാതയ്ക്ക് അപ്പുറത്തുനിന്ന് സ്ഥലത്തെത്തിക്കാനും അധിക കൂലി നൽകണം. അതിനാൽ പ്രളയ ദുരിതാശ്വാസത്തിൽ വീട് ലഭിച്ചവർക്ക് അനുവദിച്ച തുക കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ദുരിതാശ്വാസത്തിന് 4 ലക്ഷം റുപ്യ നമുക്ക് വീടിന് പാസ്സായിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എത്തുമ്പോഴേക്കും 4 ലക്ഷത്തിന് പുറത്തായി. നമുക്ക് എന്നിട്ടും അടുക്കളയൊന്നും കയറ്റാൻ പറ്റിയിട്ടില്ല. ഒരു കല്ലിങ്ങോട്ട് കടത്താൻ തന്നെ നമുക്ക് 55 രൂപയാണ് ഇങ്ങോട്ട് പറയണത്. ഇവിടെ എത്തുമ്പോഴേക്കും 100 രൂപയാണ് പറയണത്. നമുക്ക് 4 ലക്ഷം കൊണ്ട് ഒന്നും ആയിട്ടില്ല. വീട് പൂർത്തീകരിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് വീടുകൾ ഇവിടെ കടക്കുണ്ട് പൂർത്തീകരിക്കാൻ പറ്റാണ്ട്. കൃഷി ജീവിതോപാധിയാക്കിയ ഇവിടത്തുകാർക്ക് അധിക തുക നൽകി കിലോമീറ്ററുകളോളം അധികം ചുറ്റിവളഞ്ഞു വരുന്ന ട്രാക്ടറും കൊയ്ത്ത് യന്ത്രങ്ങളുമാണ് ആശ്രയം. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, റെയിൽവേ, MP, പഞ്ചായത്ത് എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും അധികാരികൾക്ക് ഇന്നാട്ടുകാർ നിവേദനമായും പരാതിയായും നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കാർഷിക മേഖല ആണ് ഇവിടെ മെയിനായിട്ട് കൂടുതൽ. കാർഷിക മേഖലയിലേക്ക് ഇവിടെ വാഹനങ്ങൾ കൊണ്ടുപോകാനോ ഈ സാധനങ്ങൾ റെയിൽ കടത്തി കൊണ്ടുപോകാനോ ഈ റെയിൽവേൻ്റെ ഞങ്ങൾക്ക് തടസ്സം കുറച്ച് കാലങ്ങളായിട്ട്. പിന്നെ ഒരു റെയിലുള്ള കാലത്ത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല. ഒരു വണ്ടിയും 2-3 വണ്ടികളോ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും ഇത്ര ബുദ്ധിമുട്ട് ആരും ദീർഘകാലമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരാളും അന്ന് ഈ കാലത്ത് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ 2 റെയിൽ വന്നു. 2 റെയിൽ വന്നപ്പോൾ പഴയ ആർച്ച് പാലത്തിനെ അവരത് പിന്നെ ഒറ്റപ്പെട്ട 3 ഓവുകളാക്കി മാറ്റി ചുരുക്കി ജനങ്ങൾക്ക് കാർഷിക മേഖലയിലേക്കുള്ള വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളും ആയി. ഇവിടുത്തെ ആൾക്കാർക്ക് മരിച്ചാൽ പോലും വയ്യാണ്ടായാലും കൂടി ഒന്ന് ആസ്പത്രിയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ പഞ്ചായത്തിനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി മുതൽ ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് മെമ്പറും പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി വരയ്ക്ക് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാ വിവരത്തോടും കൂടി രേഖാമൂലം ഞങ്ങൾ അറിയിച്ചിട്ടും ഇന്നേ വരെ
ശരിയായിട്ടുള്ള ഒരു മറുപടി പോലും ഒരാളുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് റെയിൽവേ ഡിവിഷൻ മാനേജർക്ക്, പ്രധാനമന്ത്രിക്ക്, DRM-ന്, റെയിൽവേ ബോർഡ് ചെയർമാന്, എല്ലാ ആൾക്കാർക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അവർ ഇപ്പം നിലവിലുള്ള ഈ 3 ഓവാക്കിയിട്ടുള്ളത് 1961 അതൊരു ആർച്ച് പാലായിരുന്നു. പിന്നീടാണ് അതിനെ 20-ലാക്കിയത്. എന്നതിന് ശേഷമാണ് ഇവിടെയുള്ള 52ഓളം കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട്. അവർ 500ഓളം ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കേണ്ട ഈ 3 കണ്ണ് ഓവാക്കിയതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ ഒരു 4 അടി ഉയരത്തിൽ ചെറുതായൊരു പാലുണ്ടായിട്ടുള്ളൂ കൂടെയാണ് ചെറിയ ചെറിയ മോട്ടോർ വെഹിക്കിളൊക്കെ ആയിട്ട് ഈ ആൾക്കാർ വരുന്നത്. അതും ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അതും പറ്റ റെയിലിൻ്റെ അപ്പുറത്തെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം നിങ്ങളുടെ ആൾക്കാർക്ക് കടന്നു വരണമെങ്കിൽ. 30-ലധികം കുടുംബങ്ങളാണ് 5 വർഷത്തിനിടയ്ക്ക് ദുരിതം സഹിക്കവയ്യാതെ പള്ളംതുരുത്തിൽ നിന്നും പലായനം ചെയ്തത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അതിനും കഴിയാത്ത സ്ഥിതിയാണ്. നൽകിയ നിവേദനങ്ങളിലും പരാതികളിലും പ്രതീക്ഷ അർപ്പിച്ച് ഇന്നും കഴിയുകയാണ് ഇവിടത്തുകാർ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് ജനങ്ങളെയും വ്യാപാരികളെയും ദ്രോഹിക്കുകയാണെന്ന് ആരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധം. തിങ്കളാഴ്ച ഉച്ചവരെ കടകളടച്ച് പ്രതിഷേധിച്ചു. പാർക്കിംഗിന്റെ പേര് പറഞ്ഞ് റോഡിലിറങ്ങി നോക്കാതെ ജീപ്പിലിരുന്ന് ഫോട്ടോ എടുക്കും കൊള്ളയടിക്കും പോലീസ്. പട്ടാമ്പിയിൽ പാർക്കിംഗിന്റെ പേരിൽ പോലീസ് വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണെന്നാരോപിച്ചാണ് സംയുക്ത വ്യാപാരി കൂട്ടായ്മ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങിയത്. തിങ്കളാഴ്ച ഉച്ചവരെ കടകളടച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. 2000-ലധികം വരുന്ന കച്ചവടക്കാർ, ആ കച്ചവട സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന 10,000-ഓളം വരുന്ന ആളുകൾ, ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് ഈ പട്ടാമ്പി ടൗണിനെ ആശ്രയിച്ചുകൊണ്ട്. അപ്പോഴാണ് പുതിയ ഒരാൾ പോലീസിന്റെ മേധാവിയായി ചുമതല എടുക്കുന്നു. എന്താണ് പോലീസിനെ കുറിച്ച് നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിപ്രായം? ചില വേദികളിൽ ഞാനും നിങ്ങളും വായിച്ചില്ലേ, പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, പോലീസിലും ക്രിമിനലുകളുണ്ട്. ഈ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നു പോലീസിൽ ക്രിമിനലുകളുണ്ട്. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പറയും, അത്തരം ക്രിമിനലുകളെ വാഴിച്ച ചരിത്രം ഈ നാട്ടിനില്ല, പട്ടാമ്പിക്കില്ല എന്ന് ഉറക്കെ ഞങ്ങൾ വിളിച്ചു. സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി. KP കമാൽ, K ബാലകൃഷ്ണൻ, KA ഹമീദ്, APM മുസ്തഫ തുടങ്ങിയ കൂട്ടായ്മ നേതാക്കൾ സംസാരിച്ചു. ഇതിനിടെ സമരപ്പന്തലിന് സമീപത്തെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് പിഴ ഈടാക്കിയ നടപടിയിൽ സമരക്കാർ പോലീസുമായി വാക്കേറ്റവുമുണ്ടായി. മുതിർന്ന നേതാക്കൾ ഇടപെട്ടായിരുന്നു പ്രശ്നം പരിഹരിച്ചത്. സമാധാനപരമായി നടത്തുന്ന ഈ ധർണാ സമരം അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ദേശീയപാതയിൽ കരിങ്കല്ലത്താണി തൊടുകാപ്പിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധം. പാത ഉപരോധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് മാറ്റിയത്. ദേശീയപാതയിൽ തൊടുകാപ്പിലും മണലുംപുറത്തും നിരവധി വലിയ കുഴികളാണ് മഴയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അപകടങ്ങൾ നിത്യസംഭവമാണ് ഈ ഭാഗങ്ങളിൽ. വിഷയം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ദേശീയപാത അധികൃതരെ അറിയിച്ചെങ്കിലും കുഴികൾ അടയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഇതേ തുടർന്നാണ് യൂത്ത് ലീഗ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പാത ഉപരോധവുമായി രംഗത്ത് വന്നത്. മുദ്രാവാക്യം വിളിയോടെ പാതയിലിറങ്ങിയ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസും മുതിർന്ന നേതാക്കളും ഇടപെട്ടാണ് യൂത്ത് ലീഗ് നേതാക്കളെ പാതയിൽ നിന്നും നീക്കിയത്. എങ്കിലും ഒരു വശം ചേർന്ന് സമരം തുടർന്നു. കണ്ണിൽ പൊടിയിട്ട് കുഴികളടയ്ക്കാനാണ് ഇനിയും അധികൃതരുടെ തീരുമാനമെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക്
ദേശീയപാത വേദിയാകുമെന്ന് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CP സുബൈർ പറഞ്ഞു. എന്നും പറയുന്നത് പോലെ 2 ദിവസം 1 ദിവസം വൈകുന്നേരം ഇത് ശരിയാക്കാമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ മന്ത്രിയുടെ ഒരു സൈറ്റിൽ കയറി അതನ್ನು അപ്ലോഡ് ചെയ്താൽ എവിടുന്നെങ്കിലും കോറി വേസ്റ്റ് കൊടുത്തിട്ട് കൊണ്ടുവന്ന ഒരു സമീപനമാണ് ഇനിയും അധികാരികൾ കാണിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറയുന്നു, യൂത്ത് ലീഗിന്റെ ഈ യുവജന പ്രസ്ഥാനം ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് പരിപാടികൾ, ഒരുപാട് ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാവിലെയും വൈകും. ജനറൽ സെക്രട്ടറി അനസ് പൊമ്പ്ര, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ EK മൊയ്തുപ്പ് ഹാജി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ഹംസപ്പ, KP കുഞ്ഞുമുഹമ്മദ്, PT സയ്യിദ് മുഹമ്മദ്, ഉമ്മർ ചോലശ്ശേരി, ഇല്യാസ് കുന്നപ്പുറം, EK അസ്കർ, ഷമീർ പൊമ്പ്ര, ഷാഫി കരിമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടിമിന്നലിൽ റോഡ് തകർന്നു. കരുവാരക്കുണ്ട് മഞ്ഞൾപ്പാറയിലെ ആലിക്കോട് കൊമ്പൻകുന്ന് റോഡാണ് ഇടിമിന്നലിനെ തുടർന്ന് 50 മീറ്ററോളം നീളത്തിൽ തകർന്നത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും ഇടിമിന്നലുമാണ് കരുവാരക്കുണ്ട് മേഖലയിലുണ്ടായത്. ഇതേ തുടർന്നാണ് മഞ്ഞൾപ്പാറയിലെ ആലിക്കോട് കൊമ്പൻകുന്ന് റോഡ് തകർന്നത്. റോഡിന്റെ 50 മീറ്റർ നീളത്തിൽ വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടായാൽ വിടവിലൂടെ വെള്ളമിറങ്ങി റോഡ് ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തിയില്ലാത്തതും പ്രതിസന്ധിയാവുകയാണ്. ഇടിവെട്ടിയിലാണ് ഈ റോഡിൻ്റെ ഫുള്ളൊരു 50 മീറ്ററോളം ഇങ്ങനെ തകർന്നിട്ടുണ്ട് റോഡ്. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് റോഡ് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് റോഡ് മൊത്തം പോകാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ 75ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക്. ഈ റോഡാണുള്ളത്. അതുകൊണ്ട് കാളികൾക്ക് ഇത് ഷോർട്ട് വഴിയാണ്. ആലിക്കോട് പാറശ്ശേരി റോഡാണിത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ മോശമാണ്. ഇപ്പം ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കയറി കഴിഞ്ഞാൽ ഇതിന് അധികൃതർ എന്തെങ്കിലും ഇത് വഴി കാട്ടി തന്നില്ലെങ്കിൽ ഭയങ്കര അപകടത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. ഇപ്പുറത്ത് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് റോഡ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് പൂർണ്ണമായും തകരും ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാളികാവ് പഞ്ചായത്തിലെ യുമായി മഞ്ഞൾപ്പാറയെ ബന്ധിപ്പിക്കുന്ന റോഡിനെ 70ഓളം കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത്. റോഡ് ഇടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം കായകൽപ്പം പുരസ്കാരം നിറവിൽ. 2 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. 3 വർഷത്തെ നിരന്തര ശ്രമമാണ് ആശുപത്രിയെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് കായകൽപ്പം അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രോഗപകർച്ച പ്രതിരോധം, ആശുപത്രി ശുചിത്വം, രോഗി സൗഹൃദ അന്തരീക്ഷം, അണുബാധ നിയന്ത്രണം, ആശുപത്രിയുടെ പരിസരത്തെ വൃത്തി, പൂന്തോട്ടം തുടങ്ങിയ മാനദണ്ഡങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തിയാണ് നേട്ടം കൈപ്പിടിയിലൊതുക്കിയത്. ആശുപത്രി വൃത്തിയായി സൂക്ഷിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും അതീവ ശ്രദ്ധയാണ് പുലർത്തിയിരുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീദ് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ വർഷത്തെ 2024 കായകൽപ്പം അവാർഡ് കിട്ടിയിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ 1ാം സ്ഥാനത്തോടു കൂടി. അതിൻ്റെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീം ഹോസ്പിറ്റലിലെ മുഴുവൻ സ്റ്റാഫുകളുടെയും പരിപൂർണമായ കോപ്പറേഷനോട് കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനുള്ള ഇടയുണ്ടായത്. ആശുപത്രിയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും OP ആയാലും മറ്റ് ലാബ്, ഫാർമസി സേവനങ്ങളായാലും എല്ലാം വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് ഫീൽഡ് പ്രവർത്തനങ്ങളും വളരെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവനക്കാർക്ക് കൃത്യമായ പരിശീലനവും ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബോധവൽക്കരണവും ഉൾപ്പെടെ നിശ്ചിത ഇടവേളകളിൽ നൽകി ശുചിത്വം ഉറപ്പാക്കി. ആശുപത്രി പരിസരം പൂച്ചെടികൾ വെച്ച് മനോഹരമാക്കി. ആശുപത്രിയിലെത്തുന്നവർക്ക് മനസ്സിന് കുളിര് പകരുന്ന വിധത്തിൽ പൂന്തോട്ടം കൃത്യമായി പരിപാലിച്ചു. രോഗികൾക്ക് നൽകുന്ന നിലവാരമുള്ള സേവനങ്ങൾ, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ആരോഗ്യ ശുചിത്വബോധ പരിപാടികൾ, പൊതുജനാരോഗ്യ നിയമനിർവഹണം തുടങ്ങിയവയെല്ലാം പരിഗണിച്ചാണ് അവാർഡ്. ജില്ലയിലെ 100ഓളം സ്ഥാപനങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ മൂല്യനിർണ്ണയത്തിനു ശേഷമാണ് കുമരംപുത്തൂർ FHCയെ മികച്ചതായി കണ്ടെത്തിയത്. പഞ്ചായത്ത് ജനകീയ ആസൂത്രണ ഫണ്ട്, ആശുപത്രി വികസന സമിതി ഫണ്ട്, ദേശീയ ആരോഗ്യ ദൗത്യം ഫണ്ട്, MLA ഫണ്ട് എന്നിവയെല്ലാം ആശുപത്രി വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ലഭിച്ച കായകൽപ്പം പ്രോത്സാഹന സമ്മാനമാണ് ഭരണസമിതിയെയും ജീവനക്കാരെയും കുടുംബാരോഗ്യ കേന്ദ്രത്തെ 1ാം സ്ഥാനത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുവാൻ പ്രേരിപ്പിച്ചതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP റഷീദ് പറഞ്ഞു. ഏകദേശം 3.5
വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഈ അവാർഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ച് കൊണ്ടുവരികയാണ്. സ്റ്റാഫുകൾക്കുള്ള ട്രെയിനിങ്ങുകൾ, റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വളരെ വലിയ ഒരു സഹകരണം ഇതിനുണ്ട്. കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ലബ്ബുകാർ, കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ആശുപത്രിയുടെ പരിസരവും വൃത്തിയാക്കുകയും അതുപോലെ ഗാർഡനിങ് ഭംഗിയായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ കാര്യക്ഷമമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാത്രക്കിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട സ്ത്രീക്ക് രക്ഷകരായി KSRTC. കോയമ്പത്തൂർ സ്വദേശിയായ ഉഷയ്ക്കാണ് മണ്ണാർക്കാട് വെച്ച് ദേഹാസ്വസ്ഥ്യമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞതോടെയാണ് ഉഷയ്ക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. ഡ്രൈവർ നാരായണൻകുട്ടി, കണ്ടക്ടർ ഷംസുദ്ദീൻ എന്നിവരാണ് യുവതിയെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചത്. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ബീന എന്ന ഫാർമസിസ്റ്റും യാത്രക്കാരിക്ക് തുണയായി. ആശുപത്രിയിൽ എത്തുന്നതുവരെ ബീന യാത്രക്കാരിക്ക് CPR നൽകി. ഉഷയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബന്ധുക്കൾ കോയമ്പത്തൂരിൽ നിന്ന് എത്തിയാൽ ആശുപത്രി വിടും. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അഭ്യർത്ഥിച്ചുള്ള ക്യാമ്പയിൻ ശ്രീകൃഷ്ണപുരത്ത് നടന്നു. MLAയും പാർട്ടി നേതാക്കളും ക്യാമ്പയിനിൽ പങ്കെടുത്തു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണപുരത്ത് ക്യാമ്പയിൻ നടന്നത്. K. പ്രേംകുമാർ MLA ശ്രീകൃഷ്ണപുരം ചന്തപുരയിൽ ക്യാമ്പയിന് നേതൃത്വം നൽകി. CPM ലോക്കൽ സെക്രട്ടറി B. രാജേഷ്, ചന്തപുര ബ്രാഞ്ച് അംഗങ്ങളായ സതീഷ്, ലെനിൻ, പ്രഭാകരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഗ കടമ്പഴിപ്പുറം ആലങ്ങാട് ക്യാമ്പയിന് നേതൃത്വം നൽകി. ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ മണ്ണമ്പറ്റയിലും ക്യാമ്പയിന് നേതൃത്വം നൽകി. ഏവർക്കും നമസ്കാരം. ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്ത് CPIMന്റെ നേതൃത്വത്തിൽ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം കയറി വയനാടിന് സഹായം ചെയ്യുന്നതിന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ലഘുലേഖ വിതരണം ചെയ്യുകയാണ്. ഞാനും ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറി സഖാവ് രാജേഷും ശ്രീകൃഷ്ണപുരം ചന്തപുരയിലെ പ്രവർത്തകരുമെല്ലാം ചേർന്ന് ശ്രീകൃഷ്ണപുരത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഇന്ന് കയറിയത്. ആളുകളിൽ നിന്ന് അവരോട് വയനാടിന് വേണ്ടി സഹായം ചെയ്യുന്നതിന് അഭ്യർത്ഥിക്കുക ചെയ്തു. പൊതുവിൽ നല്ല പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും ഏറ്റവും അർഹരായ മനുഷ്യരുടെ കൈകളിലേക്ക് സ്വന്തം നിലയിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്ന് സഹായം എത്തിക്കാനുമുള്ള അഭ്യർത്ഥനയാണ് നടത്തുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട് ഈ പ്രതിസന്ധിയെയും അതിജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തുവൂർ നീലഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ക്ലാസ് മുറി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 18.36 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ നിർവഹിച്ചു. അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളുള്ള സ്കൂളുകളായിരുന്നു. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെ ക്ലാസ് റൂമിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിംഗ് തന്നെ വരികയുണ്ടായി. അപ്പോൾ അത് വന്നപ്പോഴും നമുക്ക് ഇത്തരം ഒരു നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഒരു അപര്യാപ്തത പരിഹരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 18 ലക്ഷം രൂപ വെച്ചുകൊണ്ട് നമ്മളൊരു 2 ക്ലാസ് റൂം കൂടി നൽകുകയാണ്. ഇനി ഇവിടെ നമുക്കിപ്പോൾ ഈ അനുവദിച്ചിട്ടുള്ള കിഫ്ബിയുടെ ബിൽഡിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ മാഷ് പറഞ്ഞതുപോലെ ഹൈസ്കൂളിനുള്ള ഭൗതിക സാഹചര്യം ഏകദേശം ഓക്കെ ആവും. പക്ഷെ ഹയർ സെക്കൻഡറി കിട്ടുന്ന സമയത്ത് നമ്മൾ ഇനിയും ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ചടങ്ങിൽ തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, അംഗം അബ്ദുൽ മുനീർ കുരിക്കൽ, PTA പ്രസിഡന്റ് ഹാരിസ് ബാബു, SMC ചെയർമാൻ KP യൂസഫ്, പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ടര, AP ഹസ്കർ, മാമ്പ്ര കോയ, മൻസൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തുവ്വൂർ.
ശബരിമല നിറ മഹോത്സവത്തിന് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ കതിർക്കറ്റകൾ സന്നിധാനത്ത് സമർപ്പിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തർ എഴുന്നള്ളിച്ച നെൽക്കതിർ ശബരിമല മേൽശാന്തി പുത്തില്ലത്ത് മഹേഷ് നമ്പൂതിരിയെ ഏൽപ്പിച്ചു. ആദ്യമായാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശബരിമല നിറ മഹോത്സവത്തിന് കതിർക്കറ്റകൾ കൊണ്ടുപോയത്. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ചയാണ് ശബരിമലയിലെ നിറപുത്തരി ഉത്സവം നടന്നത്. ശബരിമലയിലെ നിറപുത്തരി മഹോത്സവത്തിന് ആദ്യമായി മലപ്പുറം ജില്ലയിലെ ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം കതിർക്കറ്റകൾ സന്നിധാനത്ത് സമർപ്പിച്ചു. വ്രതമെടുത്ത ഭക്തസംഘം കതിർക്കറ്റകളേന്തി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ശബരിമലയിലെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ പമ്പയിലെത്തിയ ഭക്തസംഘം ആദ്യം പമ്പാ ഗണപതി, ശ്രീരാമസ്വാമി, ശ്രീപാർവതി, ഹനുമാൻ സ്വാമി, നാഗരാജാവ്, കഞ്ഞിമൂല ഗണപതി എന്നീ ഉപദൈവങ്ങൾക്ക് പുഷ്പമാല ചാർത്തി പമ്പാ ഗണപതി കോവിലിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു. തുടർന്ന് 7:30 മണിയോടെ സന്നിധാനത്തേക്ക് ഘോഷയാത്രയായി കതിർക്കറ്റ് എഴുന്നള്ളിച്ചു. രാത്രി 10:30 മണിയോടെ സന്നിധാനത്തെത്തിയ സംഘം ശബരിമല മേൽശാന്തി പുത്തില്ലത്ത് മഹേഷ് നമ്പൂതിരിയെ കതിർക്കറ്റകൾ ഏൽപ്പിച്ചു. ഭക്തർ ശബരിമല ശാസ്താവിനും മാളികപ്പുറത്തമ്മയ്ക്കും ആദിമൂല ഗണപതിക്കും പുഷ്പഹാരം ചാർത്തി. തിങ്കളാഴ്ച രാവിലെ സന്നിധാനത്ത് പഞ്ചവാദ്യം അവതരിപ്പിച്ചാണ് ഭക്തസംഘം മടങ്ങിയത്. ഞായറാഴ്ച രാവിലെ ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലും നിറപുത്തരി ഉത്സവ ചടങ്ങുകൾ നടന്നിരുന്നു. ക്ഷേത്രം തന്ത്രി എടത്തമൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടന്നത്. തുടർന്നാണ് ഭക്തസംഘം ശബരിമലയിലേക്ക് ദൈവനാമങ്ങൾ ജപിച്ചുകൊണ്ട് കതിർക്കറ്റകൾ കൊണ്ടുപോയത്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തസംഘം രാവിലെ 9 മണിയോടെയാണ് ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടത്. തട്ടകത്തിലെ ഭക്തജനങ്ങൾ സംഘത്തെ യാത്രയാക്കി. സാഹിത്യ പുരസ്കാരങ്ങൾ മാനവികമാകുന്നത് അർഹിക്കുന്നവരിൽ എത്തുമ്പോഴെന്ന് മുൻ മന്ത്രി കെ ഇ ഇസ്മായിൽ. എഴുപന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതി നൽകി വരുന്ന എഴുപന്തല ഉണ്ണികൃഷ്ണൻ സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് ചെറുപ്പശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ മന്ത്രി കെ ഇ ഇസ്മായിൽ. എഴുപന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങാണ് ചെറുപ്പശ്ശേരിയിൽ നടന്നത്. മുൻ മന്ത്രി കെ ഇ ഇസ്മായിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ പുരസ്കാരങ്ങൾ അർഹിക്കുന്നവരിലെത്തുമ്പോഴാണ് സാർത്ഥകമാവുക എന്ന് കെ ഇ ഇസ്മായിൽ പറഞ്ഞു. ഇത്രയേറെ മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടൊരവസ്ഥ അന്നത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിന്നവർക്ക് ഉണ്ടാക്കാനിടയില്ല. അത്രയേറെ അനുഭവങ്ങളുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അനുഭവം. ചിലർക്ക് ജീവിതാവസാനം വരെ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ. ഇങ്ങനെയുള്ളൊരു അനുഭവമുള്ള ആളാണ് ഞാൻ. ഗോവിന്ദൻ നമ്പൂതിരിയും അതുപോലെ തന്നെ അത്തരം ഒരുപാട് അനുഭവമുള്ള ആളാണ്. അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം ഞങ്ങൾ പങ്കുവയ്ക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാനൊന്ന് മറിച്ച് നോക്കിയപ്പോൾ അത് വളരെ ഭംഗിയായി ആ പുസ്തകത്തിൽ അമ്മയിലൂടെ അത് മുഴുവൻ അവതരിപ്പിക്കാൻ മകൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ മാധവമാഷ ഈ പുസ്തക പ്രകാശനം അവാർഡ് കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വരണം എന്ന് തോന്നി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് മേനോൻ മുഖ്യാതിഥിയായി.
സമിതി ചെയർമാൻ ടി പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ഭാഷാപോഷിണി മുൻ പത്രാധിപർ കെ സി നാരായണൻ, സാഹിത്യ പുരസ്കാരം നേടിയ മാധവൻ പുറച്ചേരി, പ്രൊഫസർ സതീഷ് പോൾ, പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ വാസു അരീക്കോട്, ഓമന ടി കരിമ്പുഴ, മോഹൻ ചരപ്പറമ്പിൽ എന്നിവർക്ക് 10,000 രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും ഫലകവും കെ ഇസ്മായിൽ നൽകി. ചലച്ചിത്ര പ്രവർത്തകനാണ്. അടുത്ത സിനിമ ഇറങ്ങാൻ പോകുന്ന ഒരാളാണ് ശ്രീമതി ഓമന ടി കരിമ്പുഴ. അവർ നേരത്തെ പറഞ്ഞ എല്ലാ അടുത്തത് ഗോപൻജി. മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, കെ ബാലകൃഷ്ണൻ, ബിജുമോൻ പന്തീരുകുലം, ഗോപൻ ഏഴക്കാട്, ശാലിനി മുരളി, സത്യഭാമ ഉടുവങ്ങാട്ടിൽ, ഉണ്ണിക്കരിമ്പുഴ, പ്രദീപ് വി ജി, എം ടി രഘുദാസ് എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള 2 യുവാക്കളുടെയും ജോലിക്കിടെ മരണപ്പെട്ട വ്യക്തിയുടെയും കുടുംബത്തെ സഹായിക്കുന്നതിനും സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ആനമങ്ങാട് മണലായയിലാണ് യോഗം നടന്നത്. ഓഗസ്റ്റ് 18 ഞായറാഴ്ച സഹായ സമിതിയുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഏകദിന ഫണ്ട് സമാഹരണം നടത്തും. കഴിഞ്ഞ ജൂൺ 28 പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി പാതയിൽ ആനമങ്ങാടുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മണലായ പൂണോത്ത് രാജേഷ് എന്ന യുവാവിന്റെ ഊരയെല്ലുകൾ പൂർണ്ണമായും തകർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഈ അപകടത്തിൽ മണലായ ചുള്ളിപ്പാറത്തോടി വൈശാഖ് എന്ന യുവാവിന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. രാജേഷിന്റെയും വൈശാഖിന്റെയും ചികിത്സയ്ക്കും ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഭീമമായ തുക വേണം. ജോലിക്കിടെ ആഘാതമുണ്ടായതിനെ തുടർന്ന് എടത്തറ സ്വദേശി പുത്തിരിപ്പറമ്പിൽ ഹരിദാസ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. ഹരിദാസിന്റെ കുടുംബത്തെ സഹായിക്കാനും വലിയൊരു തുക ആവശ്യമാണ്. യുവാക്കളുടെ ചികിത്സയ്ക്കും ഹരിദാസിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചു. മണലായ മദ്രസയിലാണ് യോഗം ചേർന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജമോൾ, സ്ഥിരം സമിതി അധ്യക്ഷൻ എം പി മജീദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബാലസുബ്രഹ്മണ്യൻ, ലീന ശാന്തിനി, ടി സഫ്വാൻ, പി പി രാജേഷ് എന്നിവരും എ വി ജോൺസൺ, യു അജയൻ, ടി പി മോഹൻദാസ്, സി കെ അബ്ദുൾ റഫീഖ്, എൻ പീതാംബരൻ, ടി ശ്രീഹരി, സി പി ശശിധരൻ, പി ടി സെയ്ദ്, ഇ പി അയ്യൂബ്, പി എം ഷംസാദ് അലി, പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ യു അജയൻ ചെയർമാനും എം പി മജീദ് കൺവീനറും ടി പി മോഹൻദാസ് ട്രഷററുമായ സഹായ സമിതി രൂപീകരിച്ചു. സഹായ സമിതിയുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ അടുത്ത 18 ഞായറാഴ്ച മണലായ, എടത്തറ, ആനമങ്ങാട്, മുഴന്നമണ്ണ ഭാഗങ്ങളിൽ 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഏകദിന ധനസമാഹരണം നടത്തും. ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രത്തിന്റെ ക്ഷണം സ്വീകരിച്ചു പോകുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയ്ക്ക് യാത്രയയപ്പ് നൽകി. കേരളത്തിൽ നിന്നും ക്ഷണം ലഭിച്ച 2 പ്രസിഡന്റുമാരിൽ ഒരാളാണ് സി രാജിക. ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രത്തിന്റെ ക്ഷണം സ്വീകരിച്ചു പോകുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയ്ക്ക് ഭരണസമിതിയും ജീവനക്കാരും ഘടകസ്ഥാപനം ജീവനക്കാരുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ പഞ്ചായത്തുകളുണ്ട്, 1000-ലധികം പഞ്ചായത്തുകളുള്ള സംസ്ഥാനമാണ്. അതിൽ തുടർച്ചയായി 20 വർഷം സ്വരാജ് ട്രോഫി കിട്ടിയ ഏക പഞ്ചായത്താണ് ശ്രീകൃഷ്ണപുരം. അപ്പൊ നമ്മൾ അവര് ഏത് തരത്തിൽ നോക്കിയാലും, കാരണം കുറെ പേർക്ക് ഇതിന്റെ കാരണം അറിയണം, എങ്ങനെയാണ് നോമിനേഷൻ കൊടുത്തിട്ടാണോ നറുക്കിട്ടിട്ടാണോ കിട്ടിയതെന്നൊക്കെ. അപ്പൊ നോമിനേഷൻ കൊടുത്തിട്ടല്ല, എന്തായാലും നമ്മളെ അറിഞ്ഞിട്ടില്ല ഡയറക്ടറേറ്റിൽ നിന്ന് വിളിച്ചപ്പോ. അപ്പൊ ഇത് വനിതയായത്, ഞാൻ എപ്പോഴും ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അടുത്ത ജന്മം എന്തായി ജനിക്കണം എന്ന് എല്ലാവർക്കും ചോദ്യം ചോദിക്കണം. പക്ഷെ അന്നും ഇന്നും ഞാൻ സ്ത്രീയായി ജനിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാരണം അതിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ മുൻപേ ഉള്ള എല്ലാ ഭരണസമിതി അംഗങ്ങളും അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് ഈ ഒരു ക്ഷണം. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ, സുമതി, ഗിരിജ, എം കെ പ്രദീപ്, അക്കൗണ്ടന്റ് സുധീർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ടി സൗമ്യ, മറ്റ് ഘടകസ്ഥാപന മേധാവികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ 9ാം വാർഡ് തലേനക്കാട് കുടുംബശ്രീ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഫണ്ട് വാർഡ് മെമ്പർ രാജശ്രീ പ്രസിഡന്റ് സി രാജികയ്ക്ക് നൽകി. കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസിൽ മോഷണ ശ്രമം. ശനിയാഴ്ച പോസ്റ്റ് ഓഫീസ് അടച്ചതിനു ശേഷം തിങ്കളാഴ്ച തുറക്കാൻ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് മോഷണശ്രമം നടന്നതായി അറിഞ്ഞത്. പോസ്റ്റ് ഓഫീസിന്റെ സൈഡ് ഭാഗത്ത് ജനൽ വഴിയാണ് കള്ളൻ അകത്ത് കയറിയത്. ഫയലുകളും സാധന സാമഗ്രികളും വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഫിംഗർ പ്രിന്റ് വിഭാഗവും പരിശോധന നടത്തി. തിരുവല്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ 10ാമത് വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവല്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ 10ാമത് വാർഷികവും കുടുംബസംഗമവുമാണ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം അരമന ഹോട്ടലിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ റൂട്ടിൽ ബസ് വേണം, നിങ്ങൾക്ക് ഏതൊക്കെ റൂട്ടിൽ ബസ്സുകൾ വേണം എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പറയുന്ന റൂട്ടിൽ ഞങ്ങൾ ബസ്സുകൾ ഉണ്ടാക്കി തരാം. എന്നിട്ട് ആളുകളോട് പറയണം ഏത് റൂട്ടിലൊക്കെ ബസ് വേണ്ടത്. ആളുകൾ ഓരോരുത്തർ എന്നിട്ട് ആ വഴി ഈ വഴി എന്നൊക്കെ പറയുമ്പോൾ ആർട്ടി ഒന്ന് എഴുതി കൊടുക്കുക, അടുത്ത ബോർഡിൽ വെച്ച് പാസ്സാക്കാം. അപ്പൊ അതിനൊരു കണ്ടീഷൻ മന്ത്രി പറഞ്ഞിട്ടുള്ള അറിയാം. നിങ്ങൾ ബസ്സുകാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരസ്യമായ കാര്യമാണ്. അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള വെച്ചാല് ഇത്തരം ബസ്സുകളുടെ പെർമിറ്റുകള് ജനകീയമായ സദസ്സുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പെർമിറ്റുകള് ആവശ്യപ്പെട്ടാൽ അത് KSRTCക്ക് ദോഷകരമല്ല എന്ന് തോന്നിയാൽ ആ പെർമിറ്റ് അനുവദിക്കണം. പ്രസിഡന്റ് KG രാജീവ് അധ്യക്ഷനായി. കുടുംബസംഗമം സംസ്ഥാന പ്രസിഡന്റ് N വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ച് സ്വകാര്യ ബസ് മേഖലയെ നിലനിർത്തുവാൻ സർക്കാർ ഇടപെടണമെന്നും റോഡുകളുടെ തകർച്ച പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സെക്രട്ടറി സുനിൽ K റഹ്മാൻ, M രഞ്ജിത്ത്, C അയ്യപ്പൻ, K പ്രിയേഷ്, ശ്രീരാം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ മത്സരത്തിൽ കേരളത്തിനായി വടം വലിച്ചിട്ട് ജേതാക്കളായ സംഘത്തിൽ അമ്പലപ്പാറ കടമ്പൂർ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളും കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ T ഷെബിൻ, K അഭിഷേക് എന്നിവരാണ് അഭിമാന താരങ്ങളായത്. തുടർച്ചയായി 3ാം വർഷമാണ് കടമ്പൂർ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് ഇവർ കേരള ടഗ് ഓഫ് വാർ ടീമിന് വേണ്ടി മത്സരിച്ചത്. എറണാകുളത്ത് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ ജേതാക്കളായ പാലക്കാട് ടീമിലെ അംഗങ്ങളായിരുന്നു ഇരുവരും. ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ഇരുവർക്കും കേരള ടീമിലേക്കുള്ള വഴി തുറന്നത്. ആഗ്രയിൽ നടന്ന മത്സരത്തിൽ 560 കിലോ വിഭാഗത്തിൽ ഡൽഹിയെ തറപറ്റിച്ചാണ് കേരളം ജേതാക്കളായത്. സെമി ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചാണ് കേരളം ഫൈനലിലെത്തിയിരുന്നത്. സംസ്ഥാന മത്സരത്തിൽ ജേതാക്കളായി പരിശീലനമൊന്നും നേടാതെയാണ് ദേശീയ മത്സരത്തിൽ വടം വലിച്ചതെന്ന് അഭിഷേകും ഷെബിനും പറഞ്ഞു. 2022 കടമ്പൂർ സ്വദേശി അരവിന്ദ് കൃഷ്ണയും 2023 അറവക്കാട് സ്വദേശി രാഗേന്ദുവും വേങ്ങശ്ശേരി സ്വദേശി ആകാശും ദേശീയ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. സെബിൻ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും അഭിഷേക് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയുമാണ്. അമ്പലപ്പാറ തൊഴുത്തുങ്ങൽ ഉമ്മറിന്റെയും ഷെറീനയുടെയും മകനാണ് ഷെബിൻ. ആലങ്ങാട് കാവിൽനട കൃഷ്ണന്റെയും ദീപയുടെയും ഏകമകനാണ് അഭിഷേക്. വയനാട്ടിൽ ദുരന്തത്തിന് ശേഷം ക്യാമ്പിൽ നിന്നും വീടുകളിലെത്തിയവർക്ക് സഹായവുമായി വാണിയംകുളം ചോറൂട്ടൂർ ഹരേ കൃഷ്ണ ഭജൻസിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. 50ലധികം കിറ്റുകളാണ് ചുണ്ടയിൽ കുഞ്ഞിക്കോട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത്. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ നിറപുത്തിരി, മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഭഗവത് സേവ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. കടമ്പഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജവീരൻ മാവേലിക്കര ഗണപതി പ്രത്യക്ഷ ഗണപതിയായി. ഇല്ലം നിറയോടനുബന്ധിച്ച് കതിർ എഴുന്നള്ളിപ്പ്, കതിർ പൂജ, പ്രസാദൂട്ട് എന്നിവയും ഉണ്ടായി. കുറുവട്ടൂർ ഗണേഷ്, പെരുമ്പറമ്പ് കാവേരി എന്നീ ആനകളും ആനയൂട്ടിൽ പങ്കെടുത്തു. 13 ക്ഷേത്രത്തിൽ പാതി ചൊവ്വ ആഘോഷിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. കല്ലിങ്ങൽ കുടുംബത്തിൻ്റെ സംഗമവും കുടുംബ ചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശനവും പെരിന്തൽമണ്ണയിൽ നടന്നു. ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് അമീൻ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് ചെയർമാൻ കല്ലിങ്ങൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി ഉണ്ണീൻ, മീഡിയ 1 മാനേജിംഗ് ഡയറക്ടർ യാസിൻ അഷ്റഫ്, കല്ലിങ്ങൽ ഹസ്സക്കുട്ടി, അബ്ദുറഹിമാൻ, അബ്ദുൽ ഗഫൂർ,
അൻവർ, റിയാദ് മണി, ഡോക്ടർ ജമീല എന്നിവർ സംസാരിച്ചു. കുടുംബ ബന്ധത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ നഹാസ് മാള ക്ലാസ് എടുത്തു. മുതിർന്ന പൗരന്മാർക്ക് ബാങ്കിംഗ് സേവനം വീട്ടുമുറ്റത്തെത്തിക്കാൻ നൂതന ആശയവുമായി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. മിസ്ഡ് കോൾ ചെയ്താൽ സേവനങ്ങൾ നിങ്ങൾക്കരികെ എത്തും. പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10:30 എൻ ശംസുദ്ദീൻ MLA നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ പരിഗണന നൽകിയാണ് ASCB ഹിയർ ആൻഡ് കെയർ പദ്ധതിക്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തുടക്കം കുറിക്കുന്നത്. ബാങ്ക് നിശ്ചയിച്ച മൊബൈൽ നമ്പറിലേക്ക് മിസ് കോൾ ചെയ്താൽ സേവന സന്നദ്ധരായ ബാങ്ക് സ്റ്റാഫ് തിരിച്ചു വിളിക്കും. ഒപ്പം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കുമായി വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. മാത്രമല്ല, ആവശ്യമെങ്കിൽ വീട്ടിലെത്തിയുള്ള ബാങ്കിംഗ് ഇടപാടുകൾക്കും ഇതിലൂടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 16-ാം തീയതി വെള്ളിയാഴ്ച പദ്ധതിയുടെ ഉദ്ഘാടനം എൻ ശംസുദ്ദീൻ MLA നിർവഹിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ അറിയിച്ചു. മിസ്ഡ് കോൾ അടിക്കുക, ബാങ്കിംഗ് സേവനം വീട്ടുമുറ്റത്ത് ചെന്ന് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ സേവനങ്ങളും, അതായത് SBI അക്കൗണ്ട് തുടങ്ങുക, വായ്പാ സൗകര്യം, മറ്റുള്ള വിഡ്രോവൽ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുതിർന്ന പൗരന്മാരെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഉപകരിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA ശംസുദ്ദീൻ അവർ 16-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച ബാങ്കിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് ബാങ്കിങ് സേവനം പ്രയോജനപ്പെടും. അതോടൊപ്പം തന്നെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് മുതിർന്ന പൗരന്മാർക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക്, കിടപ്പിലായ രോഗികൾക്ക് മാത്രമായിട്ടാണ് ഈ സേവനം പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഈ ഒരു സേവനം 16-ാം തീയതിക്ക് ശേഷം അവൈലബിൾ ആണ്. ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്കും പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. അലനല്ലൂർ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ എടത്തനാട്ടുകര, കർക്കിടാംകുന്ന്, മാളിക്കുന്ന് എന്നീ ബ്രാഞ്ചുകളിലും സേവനം ലഭ്യമാകും. ഈ സാമ്പത്തിക വർഷവും 2 കോടി രൂപയുടെ പ്രവർത്തന ലാഭം ബാങ്ക് കൈവരിച്ചിട്ടുണ്ട്. നിലവിൽ 250 കോടി രൂപ നിക്ഷേപവും 200 കോടി രൂപ വായ്പയുമുണ്ട് ബാങ്കിന്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ച നോൺ ബാങ്കിംഗ് സംവിധാനങ്ങൾ എല്ലാം ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സെക്രട്ടറി P. ശ്രീനിവാസൻ പറഞ്ഞു. നിലവിൽ 250 കോടി നിക്ഷേപവും 200 കോടി വായ്പയുമായിട്ടാണ് ബാങ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ ആരംഭിച്ച നോൺ ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ തന്നെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുന്ന ഈ AIF ഫണ്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് ആലുങ്ങൽ പ്രദേശത്ത് പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. പ്രധാനമായിട്ടും ഈ സംഭരണ കേന്ദ്രം, കസ്റ്റമർ ഹയറിംഗ് സെൻറ്റർ എന്നുള്ള രൂപത്തിലുള്ള പദ്ധതിയാണ് പ്രവർത്തനാനുമതി ലഭിച്ചിട്ടുള്ളത്. സമീപ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കായി ബാങ്ക് ആരംഭിച്ച കുട്ടിക്കുടുക്ക പദ്ധതിയിലൂടെ 1500-ലധികം വിദ്യാർത്ഥികൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. പൊതുവായ പ്രവർത്തനങ്ങൾക്കൊപ്പം വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുൻ പ്രസിഡന്റും ഭരണസമിതി അംഗവുമായ KA സുദർശനകുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ അതുമായി സഹകരിക്കാൻ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ബാങ്കിൻ്റെ പൊതുനന്മ ഫണ്ടിൽ നിന്ന് നിർദ്ദേശാനുസരണം ഈ ഫണ്ടിലേക്ക് കൈമാറുന്നതിനുള്ള തീരുമാനം ഭരണസമിതി എടുത്ത വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. പൊതുവായി റീബിൽഡ് വയനാട് എന്ന ഈ ക്യാമ്പയിനുമായി ഒപ്പം ചേർന്ന് നിൽക്കാൻ സർവീസ് സഹകരണ ബാങ്കിന് അതിയായ സന്തോഷമുണ്ട്. അക്കാര്യം അറിയിക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ, സെക്രട്ടറി P. ശ്രീനിവാസൻ, മുൻ പ്രസിഡന്റും നിലവിലെ ഭരണസമിതി അംഗവുമായ KA സുദർശനകുമാർ, ഭരണസമിതി അംഗങ്ങളായ T. രാജകൃഷ്ണൻ, M. ശ്രീജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NSS വിദ്യാർത്ഥികളുടെ സാമൂഹ്യ ഇടപെടലുകൾക്ക് വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആദരം. യൂണിറ്റിലെ മുഴുവൻ വളണ്ടിയർമാർക്കും ബാങ്ക് സൗജന്യമായി ടീഷർട്ടുകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് M. സൈദലവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രക്തദാന ക്യാമ്പ്, ജൈവ കൃഷി, ആരോഗ്യ ബോധവൽക്കരണം, പൂങ്കാവനം ഡാം സൗന്ദര്യവൽക്കരണം, ശുചിത്വ ബോധവൽക്കരണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങി വിവിധ സാമൂഹ്യ ഇടപെടലുകൾക്ക് സ്കൂളിലെ NSS യൂണിറ്റ് നേതൃത്വം നൽകിയിരുന്നു. ഈ സേവന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് യൂണിറ്റിലെ മുഴുവൻ വളണ്ടിയർമാർക്കും വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ടീഷർട്ടുകൾ വിതരണം ചെയ്ത്. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് M. സൈദലവി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമൂഹത്തിൽ കാണുന്ന, പ്രത്യേകിച്ച് നമ്മൾ ടീനേജിൽ കാണുന്ന ഓരോ പ്രവൃത്തികൾ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. കണ്ണു പറയുന്ന കാര്യങ്ങളാണ്. മാതാപിതാക്കൾ നിങ്ങളിൽ ധാരാളം സ്വപ്നങ്ങൾ കണ്ടവരാണ്. പല പ്രതീക്ഷകളും നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ട്.
ആ മാതാപിതാക്കളെ കണ്ണീരണിയിപ്പിക്കുന്ന ഒരു പ്രവണതയും ഒരു പ്രവർത്തനവും നിങ്ങൾ ഒരിക്കലും കൂട്ടാൻ പാടില്ല. പ്രിൻസിപ്പൽ എസ് ശാലിനി അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ബച്ചേരി, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി KT ഷയാസുദ്ദീൻ, പ്രധാനാധ്യാപകൻ KA അബ്ദുൽ മനാഫ്, NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ, K സുരേഷ് ബാബു, NSS ലീഡർമാരായ K മുഹമ്മദ് റിജാസ്, P ഫാത്തിമത്ത് സർമിനാസ്, T മുഹമ്മദ് മിൻഹാജ് എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് ഇൻസ്പയർ സിവിൽ സർവീസ് അക്കാദമിയുടെ 3ാമത് ബാച്ചിന്റെ പരിശീലനം ആരംഭിച്ചു. N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അഭിരുചി മനസ്സിലാക്കി പരിശ്രമം നടത്തിയാൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ പറഞ്ഞു. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സിവിൽ സർവീസിലേക്ക് പോകുന്നതിന് മുമ്പ് ചില സ്റ്റെപ്പുകൾ ഉണ്ടാവും. നമുക്ക് ബേസിക് ആയിട്ട് ഡിഗ്രി വേണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് അത് നേടാൻ സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അതിൽ വിവിധ കാറ്റഗറികളുണ്ട്. അതിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം നന്നായി പരിശ്രമിക്കുക. ആ അർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന്. തിരുവനന്തപുരം UPSC ഫാക്കൽറ്റി അനൂപ് സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു. ഡോക്ടർ സരീൻ IAS മുഖ്യാതിഥിയായി. ദേവി IFS, അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദ്, അഡ്വക്കേറ്റ് ഷഹീറ നൌഫൽ, പ്രൊഫസർ PM സലാഹുദ്ദീൻ, അസിസ്റ്റന്റ് പ്രൊഫസർ നസീമ, അക്കാദമിക് ഡയറക്ടർ CK ഷഹാൻ ബക്കർ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് നേടാനും മറ്റു മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 അക്കാദമി തുടങ്ങിയത്. 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് USS NMMS നേടാനും ഇൻസ്പയർ സിവിൽ സർവീസ് അക്കാദമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സേവ് CPIക്കാരെ വിട്ടുകളയരുതെന്നും അവർ പാർട്ടിക്കെതിരല്ലെന്നും CPI നേതാവും മുൻ മന്ത്രിയുമായ KE ഇസ്മായിൽ. ആളുകളെ പുറത്താക്കുന്നതല്ല, ചേർത്ത് പിടിക്കുന്നതാണ് CPIയുടെ നിലപാടെന്നും KE ഇസ്മായിൽ. സ്വന്തം നാട്ടിലേക്കെത്താൻ റോഡില്ല. 6 പതിറ്റാണ്ടായി ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും നരകയാതനയിൽ ലക്കിടിപ്പേരൂർ പള്ളം തുരുത്തിലെ കുടുംബങ്ങൾ. റെയിൽപാതയ്ക്കും ഭാരതപ്പുഴയ്ക്കുമിടയിൽ ദുരിത ജീവിതം നയിക്കുന്നത് 50ലേറെ കുടുംബങ്ങൾ. പട്ടാമ്പിയിലെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി. വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. സമരത്തിനിടെയും പിഴയിട്ട പോലീസ്. സ്ഥലത്ത് പോലീസുമായി വാക്കേറ്റം. ദേശീയപാതയിൽ കരിങ്കല്ലത്താണി തൊടുകാപ്പിൽ രൂപപ്പെട്ട കുഴികളടയ്ക്കാത്തതിൽ പ്രതിഷേധം. പാത ഉപരോധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ മാറ്റിയത് ബലമായി. കായകൽപ്പം പുരസ്കാര നിറവിൽ കുമരമ്പത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം. അവാർഡ് ലഭിച്ചത് രോഗപകർച്ചാ പ്രതിരോധം, ശുചിത്വം ഉൾപ്പെടെ ആശുപത്രിയുടെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.